ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ അമ്മമാർക്കും സ്വാഗതം. കുട്ടികൾ വണ്ണം വയ്ക്കാൻ നമ്മൾ പല ആഹാരങ്ങളും കൊടുക്കാറുണ്ട്. എന്നാൽ കുഞ്ഞിന്റെ പ്രായത്തിനനുസരിച്ചുള്ള തൂക്കവും ചോരയും ഒന്നിച്ച് വർദ്ധിപ്പിക്കാൻ പറ്റിയ ഒരു അമൃതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ആവിയിൽ വേവിച്ച നേന്ത്രപ്പഴവും ഈന്തപ്പഴവും ചേർത്തുള്ള ഒരു പ്രത്യേക നാടൻ കുറുക്കാണ്. പല കുട്ടികളും മെലിഞ്ഞിരിക്കുന്നത് അവരുടെ ശരീരത്തിൽ ഇരുമ്പിന്റെ കുറവുള്ളത് കൊണ്ടാണ്. അയൺ കുറയുമ്പോൾ കുട്ടികൾക്ക് വിശപ്പ് കുറയുകയും അവർ ആഹാരം കഴിക്കാൻ മടിക്കുകയും ചെയ്യും. ഈ കുറുക്ക് കുഞ്ഞിന് നല്ല വിശപ്പ് നൽകാനും ഒപ്പം ആരോഗ്യകരമായി വണ്ണം വയ്ക്കാനും സഹായിക്കും. ഒരു നേഴ്സ് എന്ന നിലയിൽ ഇത് എങ്ങനെയൊക്കെ കൊടുക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. ഈ വെയിറ്റ് ഗെയിൻ ആഹാരം ഉണ്ടാക്കാൻ വേണ്ടത് 3 വസ്തുക്കളാണ്. നന്നായി പഴുത്ത നേന്ത്രപ്പഴം, ഇതിലെ ഹെൽത്തി കലോറി കുഞ്ഞിന് പെട്ടെന്ന് വണ്ണം നൽകും. അടുത്തതായി കുരു കളഞ്ഞ സോഫ്റ്റ് ഈന്തപ്പഴമാണ്. ചോര കൂട്ടാനും പ്രകൃതിദത്ത മധുരത്തിനും. നാടൻ പശുവിൻ നെയ്യാണ് അടുത്തതായി വേണ്ടത്. ദഹനം സുഗമമാക്കാനും കലോറി മൂല്യം കൂട്ടാനും ഇത് സഹായിക്കും. തയ്യാറാക്കുന്ന രീതി പറയാം. നന്നായി പഴുത്ത നേന്ത്രപ്പഴം കഷ്ണങ്ങളാക്കി മുറിക്കുക. അതോടൊപ്പം 2 ഈന്തപ്പഴം കുരു കളഞ്ഞത് ചെറിയ കഷ്ണങ്ങളാക്കുക. ഇവ രണ്ടും കൂടി ഒരു ഇഡലിത്തട്ടിൽ വെച്ച് 10 മിനിറ്റ് നന്നായി ആവിയിൽ വേവിച്ചെടുക്കുക. വെന്ത ശേഷം ഇത് ചൂടോടെ ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായി ഉടയ്ക്കുകയോ അല്ലെങ്കിൽ മിക്സിയിൽ അടിച്ച് പേസ്റ്റ് പരുവത്തിലാക്കുകയോ ചെയ്യാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ നാടൻ നെയ്യ് കൂടി ചേർത്ത് ഇളക്കി ചെറു ചൂടോടെ കുഞ്ഞിന് നൽകാം. ഈന്തപ്പഴം ആവിയിൽ വേവിക്കുമ്പോൾ അത് കൂടുതൽ സോഫ്റ്റ് ആകുകയും കുഞ്ഞിൻ്റെ വയറിന് ഒട്ടും ദഹനക്കേട് ഉണ്ടാക്കാത്ത രീതിയിലാവുകയും ചെയ്യും. ഈന്തപ്പഴത്തിലെ ഇരുമ്പ് സത്ത് കുഞ്ഞിന്റെ ശരീരത്തിലെ ചുവന്ന രക്താണുക്കളുടെ അളവ് കൂട്ടി വിളർച്ച മാറ്റുന്നു. പഴത്തിലും ഈന്തപ്പഴത്തിലും അടങ്ങിയിരിക്കുന്ന ഫൈബറുകൾ കുഞ്ഞിന്റെ കുടലിലെ ചലനം സുഗമമാക്കാനും മലം കട്ടിയാകാതെ പോകാൻ സഹായിക്കുകയും ചെയ്യുന്നു. അടുത്തതായി ഇതിലെ വിറ്റമിനുകളും ആന്റി ഓക്സിഡന്റുകളും കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് വരാറുള്ള ജലദോഷവും പനിയും തടഞ്ഞ് രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നു. ഇനി കുറച്ച് സംശയങ്ങൾക്കുള്ള മറുപടിയാണ്. ഈന്തപ്പഴം തിളപ്പിച്ച വെള്ളം കൊടുക്കാമോ എന്ന്. ചെറിയ കുട്ടികൾക്ക് ഈന്തപ്പഴം നേരിട്ട് കൊടുക്കാതെ അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളം കുറുക്കിൽ ചേർത്ത് കൊടുക്കുന്നത് കലോറി കൂട്ടാൻ നല്ലതാണ്. പഞ്ചസാര ഒഴിവാക്കണം. അതായത് ഈ കുറുക്കിൽ പഴത്തിന്റെയും ഈന്തപ്പഴത്തിന്റെയും സ്വാഭാവിക മധുരം ഉള്ളതുകൊണ്ട് 1 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് പോലും വേറെ പഞ്ചസാരയോ ശർക്കരയോ ചേർക്കേണ്ട ആവശ്യമില്ല. കുഞ്ഞിന് വയറിൽ വിരശല്യമുണ്ടെങ്കിൽ മധുരമുള്ള ഈ ആഹാരം കൊടുക്കുമ്പോൾ വിരകടിയും വയറുവേദനയും കൂടും. അതുകൊണ്ട് കൃത്യമായി വിരയിളക്കിയ ശേഷം ഇത് നൽകുക. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇത് കൊടുക്കാമോ? ഈ കുറുക്ക് ഹെവി ആയതുകൊണ്ട് വൈകുന്നേരം 5 മണിക്ക് മുൻപായി നൽകുന്നതാണ് ദഹനത്തിന് ഏറ്റവും നല്ലത്. ആദ്യമായി ഈന്തപ്പഴം കൊടുക്കുമ്പോൾ കുഞ്ഞിന് ഏതെങ്കിലും തരത്തിലുള്ള അലർജി ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ കുറഞ്ഞ അളവിൽ മാത്രം നൽകി തുടങ്ങുക. ഏത് പ്രായം മുതൽ ഇത് കൊടുത്തു തുടങ്ങാം. അതായത് കുഞ്ഞിന് 8 മാസം പൂർത്തിയായ ശേഷം മാത്രം പഴം ഈന്തപ്പഴം കുറുക്ക് നൽകി തുടങ്ങുക. കുഞ്ഞിന് വണ്ണം വെക്കാൻ വേണ്ടി ഒരുപാട് നെയ്യ് ഇതിൽ ഒഴിക്കരുത്. 1/2 ടീസ്പൂൺ നെയ്യ് മാത്രമാണ് ഒരു ദിവസത്തെ കൃത്യമായ അളവ്. കഫക്കെട്ട് വരുമോ? ആവിയിൽ വേവിച്ചാണ് നമ്മൾ പഴം കൊടുക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞിന് ഇത് കഴിച്ചാൽ കഫക്കെട്ടോ തണുപ്പോ വരില്ല. ഈ പ്രകൃതിദത്ത മധുരം കുട്ടികളുടെ പല്ലുകളിൽ കേടുപാടുകൾ ഉണ്ടാക്കുകയുമില്ല. ആഴ്ചയിൽ 3 ദിവസം ഇടവിട്ട് ഈ കുറുക്ക് നൽകുന്നത് കുഞ്ഞിന്റെ തൂക്കം ആരോഗ്യകരമായി നിലനിർത്താൻ സഹായിക്കും. അപ്പോൾ അമ്മമാരെ, കുഞ്ഞിന് ആരോഗ്യകരമായ വണ്ണവും ചോരയും വെക്കാൻ ഒട്ടും മടുപ്പില്ലാതെ കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇത്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. തീർച്ചയായും മാറ്റം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ വെയിറ്റ് ഗെയിൻ വീഡിയോകൾക്ക് നൽകിയ വലിയ പിന്തുണയ്ക്ക് നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുന്നു. എൻ്റെ പരിമിതമായ അറിവിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.